വിയർപ്പിന്റെ ഗന്ധത്തിന് വ്യത്യാസമുണ്ട്. അതിനെന്താ പലപ്പോഴും പോലീസ് നായ കുറ്റവാളിയെ പറ്റി വിയർപ്പിന്റെ വേറിട്ട ഗന്ധം എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ നിരപരാധി പിടിക്കപ്പെടുകയും ഒരാളെ കൊന്നിട്ട് അയാളുടെ അടുത്ത് കൊലയാളിയുടെ ഒരു തുവാലയും കൊലയാളി ഉപയോഗിക്കുന്ന കയ്യിൽ പിടിച്ച എന്തോ ഒരു വസ്ത്രമോ ഒരു സാധനം അവിടെ തട്ടി എങ്കിൽ ആ വസ്ത്രത്തില് ആ വസ്തുവിന് ഉള്ള വിയർപ്പിന്റെ ഗന്ധം പിടിച്ച് പോലീസ് നായ അന്വേഷിക്കും. ഏത് വഴിയിലൂടെയാണോ കൊലയാളി കടന്നു പോയത് ആ ഭാഗത്തുകൂടെ ഒക്കെ പോലീസ് നായ പോയി. എന്നിട്ട് അതിന് ഒരു തീരുമാനമാക്കാൻ ഈ നായക്ക് സാധിക്കുമ്പോൾ അവിടെ വേറെയും കുറെ പാഠങ്ങളുണ്ട്. അതല്ല ഇപ്പൊ നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഈ വിയർപ്പിന്റെ ഗന്ധത്തിൽ പോലും അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. സൗണ്ടിന് വ്യത്യാസമുണ്ട്, കളറിന് വ്യത്യാസമുണ്ട്, എല്ലാറ്റിനും വ്യത്യാസമുണ്ട്. ഇതുകൊണ്ടാണ് സാധാരണഗതിയിൽ എല്ലാ നാട്ടിലെയും ജനങ്ങളെ ഒരുമിച്ച് കാണാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തൗഫീഖ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ പറയും ഇവരേത് നാട്ടുകാരാണ്. അപ്പൊ ഇത് കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മക്കയും മദീനയും. കാരണം എല്ലാ നാട്ടുകാരും വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഹറമിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ടീം ഇങ്ങനെ വരുമ്പോ നമുക്കറിയുന്നത് ഇന്തോനേഷ്യയാണ്. ചോദിക്കേണ്ട കാര്യമില്ല, മൊത്തക്കാട് നോക്കിയാൽ ഇത് ഇന്തോനേഷ്യക്കാരാണ്. അവർക്കൊരു പ്രത്യേകത. എന്നാലും അവരും ഓരോരുത്തരും വ്യത്യസ്തമാണ്, അത് വേറെ വിഷയം. എന്നാൽ ഓരോ നാട്ടിലും ഓരോ നാട്ടുകാർക്കും ഓരോ സൗണ്ട്. ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഒരിക്കൽ ദുബൈയിൽ നിന്ന് യമനിലുള്ള ഒരു പണ്ഡിതനോടൊപ്പം മർക്കസിൽ കുറച്ചു കാലം അദ്ദേഹം മുദരിസായിരുന്നു. അദ്ദേഹം ദുബൈയിൽ വിസിറ്റിന് വന്നപ്പോ അവിടെ ഒരു ശൈഖിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞ് വലിയൊരു ദർസ് നടക്കുന്നുണ്ട്, അവിടെ പോകാൻ അവിടെ പോയി. അദ്ദേഹത്തിന്റെ കൂടെ പോയതാണ്. അദ്ദേഹത്തിന് വെറുതെ ടൈം പാസിന് അദ്ദേഹത്തോടൊപ്പം സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി. അങ്ങനെ ആ വീട്ടിന്റെ താഴ്ഭാഗത്ത് ചെന്നു. ആ ദർസിലെ മുദരിസിനെ കണ്ടു, പരിചയപ്പെട്ടു. ആ ശൈഖുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മാളികയുടെ മുകളിൽ ഒരാള് ഒരു അറബി കവിത ഇങ്ങനെ പാടി. ഇതെന്റെ ജീവിതത്തിലെ ഒരു അനുഭവം. എന്റെ കൂടെയുള്ള യമനി പണ്ഡിതൻ, ചെറുപ്പക്കാരനായ യമനി പണ്ഡിതൻ പറഞ്ഞു, എന്നോട് എന്റെ ശരീരത്തിൽ ഇങ്ങനെ കൊട്ടിയിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നഹു ലയമനി. മാളിക മുകളിൽ നിന്ന് ഒരു അറബി കവിത ചൊല്ലുന്നത്, ആ അറബി കവിത ചൊല്ലുന്നത് കേട്ടപ്പോഴേക്ക് ഇയാൾ പറഞ്ഞു, അല്ലാഹുവാണ്, അദ്ദേഹം ഒരു യമനി പണ്ഡിതനാണ്. അല്ലാഹുവാണ് സത്യം, അദ്ദേഹം ഒരു യമനി പണ്ഡിതനാണ് എന്ന് പറഞ്ഞു. അല്ല, യമനിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. യമനിലുള്ള സഹോദരനാണ് അദ്ദേഹം. ഞാൻ ചോദിച്ചു, അദ്ദേഹം യമനിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? നിങ്ങൾ നേരത്തെ അവിടെ ഒരു യമനിയുണ്ട് എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നതാണോ? ഒരിക്കലുമല്ല. പിന്നെ എങ്ങനെയാണ് അയാൾ ഒരു യമനിയാണെന്ന് മനസ്സിലായത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അന്ന് അദ്ദേഹം എന്നോട് അപ്പൊ ഓതിയ ഒരായത്താണ് ഈ ഇഖ്തിലാഫു അൽസിനതിക്കും അൽവാനിക്കും അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. സൗണ്ട് കേട്ടാൽ അറിയാം ഏത് നാട്ടുകാരനാണ്. സൗണ്ട് കേട്ടാൽ തിരിച്ചറിയാൻ പറ്റും അയാൾ ഏത് നാട്ടുകാരനാണ്. ഞാൻ അയാളുടെ ശബ്ദം കേട്ടിട്ട് പറഞ്ഞതാണ്. അയാളുടെ ബൈത്തിന്റെ എഴുത്തും വെപ്പും ശൈലിയും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അയാൾ യമനിയാണ്. നമുക്ക് പോയി നോക്കാമത്. മാളിക മുകളിൽ കയറി നോക്കിയപ്പോ അയാൾ യമനിയാണ്. രണ്ടാളും പരസ്പരം കെട്ടിപ്പിടിച്ചു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയല്ല. എനിക്കറിയാവുന്ന ഒരു ഉസ്താദ് ഒരിക്കൽ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വിദേശത്തേക്ക് പോയി. അദ്ദേഹം മലേഷ്യയിൽ പോയി. മലേഷ്യയിലേക്ക് പോകുമ്പോൾ എന്തായാലും അവിടെ ചെന്നാലും എനിക്ക് ആരോടും വർത്തമാനം പറയാൻ കഴിയില്ലല്ലോ എന്ന് കരുതി അയാൾ കഷ്ടപ്പെട്ട് കുറച്ച് കണ്ടമുണ്ട ഇംഗ്ലീഷൊക്കെ പഠിച്ചുണ്ടാക്കി. വക്കുകുട്ടിയ ഇംഗ്ലീഷ് ഇയാൾ പഠിച്ചുണ്ടാക്കി. എന്നിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അയാൾ ഒരാളെ കാണാൻ. അദ്ദേഹത്തോട് ഇയാൾ പഠിച്ച ഇംഗ്ലീഷിൽ വളരെ പ്രയാസപ്പെട്ട് ഇയാൾ ആശയവിനിമയം നടത്താൻ ഇറങ്ങുമ്പോഴേക്ക് അയാൾ തിരിച്ചു ചോദിച്ചത്രേ, ഉസ്താദ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെടണേ, ആ കുട്ടിപ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാലുണ്ടോ? അപ്പൊ ഇയാൾ അത്ഭുതപ്പെട്ടു, ഇത് എങ്ങനെയാ സാധിച്ചത്? കാരണം ഇയാളൊരു
നാക്ക് വളർത്തുന്നത് കണ്ടറിയാം മലയാളികൾ. അതിന് കൂടുതൽ തിരിച്ചറിയാനൊരു പ്രയാസമില്ല. ഇത് ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ കൂടുതൽ എളുപ്പമാണ്. ഹറമിന്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോ ഫിലിപ്പൈൻസ് ഏതാണ്, അതുപോലെ തന്നെ ഇന്തോനേഷ്യ ഏതാണ്, ഇന്ത്യക്കാരൻ ഏതാണ്, എല്ലാം മലയാളികളെ മൊത്തേക്കാൾ നോക്കിയാൽ അതിന് വേറെ ഒരു രൂപമുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഇത് അള്ളാഹു സംവിധാനിച്ച ഒരു വലിയ സംവിധാനമാണ്. നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ അള്ളാഹു ഒരുക്കിയിട്ടുള്ള വലിയൊരു സംവിധാനമാണിത്. അപ്പൊ അതുകൊണ്ട് ഓരോ നാട്ടുകാർക്കും വ്യത്യസ്ത രൂപങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതിന് ഏതു ഭാഷ സംസാരിക്കട്ടെ, എത്ര തന്നെ ഫ്ലുവന്റ് ആയിട്ട് അയാൾ സംസാരിക്കട്ടെ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മാതൃഭാഷ ഏതാണെന്ന് അയാളെല്ലാം സംസാരിച്ചതിന്റെ ശേഷം പറയാൻ കഴിയും എന്നതാണ് സത്യം. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി വെച്ച ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നമ്മൾ ഇതേക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. അല്ലാഹു ചോദിച്ചു, ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി, ഇത്തരം വ്യതിരിക്തതകൾ, ഇത്തരം വൈവിധ്യങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചൊരുക്കി തന്നു എങ്കിൽ ആ ഉദാരനായ റബ്ബിനെ നീ എങ്ങനെയാണ് മറന്നു പോകുന്നത് മനുഷ്യ? അല്ലാഹുവിന്റെ ചോദ്യം, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. നേരത്തെ ഞാൻ പറഞ്ഞു, അല്ലാഹു തന്ന കൈ എന്ന ഒരൊറ്റ അവയവത്തെ കുറിച്ച് ചിന്തിച്ചാൽ അല്ലാഹുവിനോട് 24 മണിക്കൂർ നമ്മൾ കടപ്പെട്ടവരല്ലേ? ഈ കയ്യിന്റെ ശേഷി എത്രയാണ്? എന്തും പാകപ്പെടുത്തിയെടുക്കാനും തരിപ്പണാക്കാനും പറ്റിയ രൂപത്തിലാണ് അല്ലാഹു തആല ഈ കൈ നൽകിയത്. ഇത് മാതൃകയാക്കിയിട്ടാണ് സത്യത്തിൽ നമ്മുടെ ഈ JCBയുടെ കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏകദേശം ഒരു മനുഷ്യ കൈയിന്റെ ലുക്ക് ഉണ്ടാവുമായിരുന്നു. അതിന്റെ മടക്കും അതിന്റെ ഒടിവൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഏകദേശം ഒരു ലുക്കുണ്ടാവും. സത്യത്തിൽ മനുഷ്യ കൈ അത് എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റതാണെന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ സൃഷ്ടിച്ചതാണ് മനുഷ്യൻ. എങ്കിൽ ഈ കൈ കൊണ്ട് ഏത് വലിയ മലയും ഇടിച്ച് പൊളിച്ച് തകർക്കുന്നു നമ്മൾ കാണുന്നതാണ്. പക്ഷേ ആ JCBയുടെ കൈ കൊണ്ട് ഇത് പ്രവർത്തിക്കണമെങ്കിൽ, ഒന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ, ഒന്ന് മടങ്ങണമെങ്കിൽ, അവിടെ പിടിച്ചൊന്നും കൊണ്ട് വലിക്കണമെങ്കിൽ ഇപ്പുറത്ത് ഡ്രൈവർ എത്ര സ്ഥലത്ത് അങ്ങോട്ട് പിടിച്ചു വലിക്കണം നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? ഏതെല്ലാം സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ട് പിടിച്ചു വയ്ക്കണം, അത്രയൊന്നും അങ്ങോട്ട് ദൂരം കെട്ടു വരുള്ളൂ അല്ലേ? എന്നാൽ ഈ കയ്യിൽ അതിലും എളുപ്പത്തിലും നാനാ ഭാഗത്തേക്ക് പോകും. നമ്മുടെ ശരീരത്തിലെ കൈ മുന്നിലേക്ക് വേണമെങ്കിൽ പോകും, ബാക്കിലോട്ട് വേണമെങ്കിൽ പോകും, എവിടേക്കും പോകും. എവിടെയെങ്കിലും സ്വിച്ച് ഓൺ ചെയ്യാനുണ്ടോ? അള്ളാഹു സംവിധാനം ഒരു മഹാൻ അവിടുത്തെ കിതാബിൽ കൃത്യമായിട്ട് മനുഷ്യന്റെ കയ്യിന്റെ പഠിപ്പിക്കുകയാണ്. ഒരു അത്ഭുതമാണ്. എന്നിട്ട് ഈ കൈ പടച്ചറപ്പ് എനിക്ക് സംവിധാനിച്ചതാണ്, ഒരുക്കി തന്നതാണ് എന്ന ബോധമില്ല. അതുകൊണ്ടാണല്ലോ ഈ കൈ കൊണ്ട് നീ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. ഈ കൈ കൊണ്ട് നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞത് പ്രവർത്തിക്കാനും നമുക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം. എങ്ങനെയാണ് നീ റബ്ബിനെ മറന്ന് കളിക്കുന്നത്? എങ്ങനെയാണ് നീ റബ്ബിനെ മറന്ന് കളിക്കുന്നത്? എന്ത് ന്യായമുണ്ട് നിനക്കിതിന്? ഇങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ഓരോ അവയവങ്ങളും, അല്ലാഹു തന്ന പല്ലുകൾ, അല്ലാഹു തന്ന നാക്ക്, എല്ലാം പരിശോധിച്ചാൽ, അതേക്കുറിച്ചൊക്കെ പഠനം നടത്തിയാൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മളൊന്ന് ഉണ്ടാക്കണമെന്ന് കരുതിയാൽ, ഒപ്പിച്ചു വെക്കണമെന്ന് കരുതിയാൽ എത്ര ഉറുപ്പിക വിലയാതെ. എന്നാൽ ഇതൊക്കെ അല്ലാഹു നമുക്ക് തന്നതോ ചോദിച്ചിട്ട് തന്നതല്ല, കാശ് കൊടുത്തിട്ട് തന്നതല്ല, ചോദിച്ചിട്ട് തന്നതല്ല. അല്ലാഹു
കണ്ടറിഞ്ഞു തന്നതാണ്. അവയവ ഫിറ്റിങ്ങുകൾ, നമ്മുടെ അവയവ ഫിറ്റിങ്ങുകൾ പടച്ചറപ്പ് റബ്ബിനോട് നമ്മൾ ചോദിച്ച് ഒരുപാട് കേട് ചോദിച്ചപ്പോൾ അല്ലാഹു തന്നതാണോ? അല്ല. നമ്മളെ പടച്ചതിന്റെ പിന്നിൽ നമ്മൾ ചോദിച്ചു വാങ്ങിയതാണോ ഇത്? നമുക്കല്ലാഹു തന്ന ലിംഗം, അല്ലെ, ആണായി പടക്കപ്പെട്ടവരും പെണ്ണായി പടക്കപ്പെട്ടവരും അവരുടെ ഇഷ്ടത്തിനൊപ്പിച്ചാണോ അല്ലാഹു തആല നൽകിയത്? അല്ല. നമ്മൾ ചോദിച്ചു വാങ്ങിയതിലേറെ ഞാൻ ചോദിച്ചിട്ട് കിട്ടിയതാണെന്ന് പലതും നിങ്ങൾക്ക് ഒരുപക്ഷെ പറയാനുണ്ടാവും. ചോദിച്ച് കിട്ടിയതിലേറെ മനുഷ്യരുടെ കൈവശമുള്ളത് ചോദിക്കാതെ പടച്ചറപ്പ് ഹിബത്തായി ഫ്രീയായി നൽകിയതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വഹാബായ റബ്ബിനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് അൽ വഹാബു ജല്ല ജലാലുഹു, അൽ വഹാബു ജല്ല ജലാലുഹു എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഈ തിരുനാമം ചർച്ച ചെയ്യുമ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കുറേ ഹദീസുകൾ പഠിപ്പിക്കും. വഹാബായ വെറുതെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചോദിച്ചിട്ട് കിട്ടിയതിലേറെ മനുഷ്യന്റെ കൈവശമുള്ളതൊക്കെ വെറുതെ കിട്ടിയതാണ്. ഞാൻ ഉണ്ടായതിന്റെ പിറകിൽ ഞാൻ ദ്വാരത്തിലല്ല, അല്ലേ? എന്റെ കളറുണ്ടാവണമെന്ന് ഞാൻ തീരുമാനിച്ചതല്ല, എന്റെ വലിപ്പത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ തീരുമാനിച്ചതല്ല, എന്റെ വണ്ണം എത്ര ഉണ്ടാവണമെന്ന് ഞാൻ തീരുമാനിച്ചതല്ല, എന്റെ രൂപം എങ്ങനെയാവണമെന്ന് ഞാൻ തീരുമാനിച്ചതല്ല, നിങ്ങളാരും തീരുമാനിച്ചതല്ല. ഓരോരുത്തർക്കും അല്ലാഹു ഇഷ്ടപ്പെട്ടതെന്ന് കൊടുത്തു. ആ രൂപം അല്ലാഹു ഗർഭപാത്രത്തിൽ സംവിധാനിച്ചു. അല്ലാഹു തആല ഗർഭപാത്രത്തിൽ സംവിധാനിച്ചു. സൂറത്തു ആല ഇംറാനിന്റെ ഒരായത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. എന്താ പഠിപ്പിക്കുന്നത്? ഈ രൂപകൽപ്പന അല്ലാഹു നടത്തിയിരിക്കുന്നത്, ഗർഭപാത്രത്തിൽ നടത്തിയിരിക്കുന്നത് പടച്ചറപ്പാണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. വല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ, ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ. ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ അവൻ ഉദ്ദേശിച്ചതുപോലെ നിങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നു അവൻ. നമ്മളിപ്പോ ഒരു സംഗതി ഉദ്ദേശിക്കുകയാണ്. നമുക്ക് കുറെ പ്രൊജക്ടുകൾ ഉണ്ടാവുമല്ലോ. ഇവിടെ ഓരോ കമ്പനികളും ഉണ്ടാക്കുന്ന വസ്തുക്കളുണ്ട്. ഓരോ സോപ്പും എക്സ് സോപ്പ്, അതിനൊരു രൂപം ഉണ്ടാവും. അതിന് വ്യത്യസ്ത രൂപങ്ങളല്ല, ഒരേ രൂപങ്ങളെല്ലാം ഒരേ രൂപത്തിലാണ്, ഒരേ രൂപത്തിൽ. ഓരോ സോപ്പുകളും വ്യത്യസ്ത രൂപത്തിൽ, അത്രയും. പക്ഷെ അതല്ല പരിപാടി. ഓരോ മെമ്പർമാരും വ്യത്യസ്ത രൂപത്തിലാണ്. ഈ ലെൻസ് സോപ്പ് മുഴുവനും ഒരേ രൂപത്തിൽ വരാൻ അച്ചുകൾ നിരത്തും, അല്ലെ? ആ അച്ചിലിട്ട് ഇത് വാർത്തെടുക്കുമ്പോഴാണ് ഈ രൂപത്തിൽ വരുന്നത്. ചില സോപ്പിലെ എഴുത്ത് കുഴിഞ്ഞിട്ടായിരുന്നു, ചിലത് പൊങ്ങിയിട്ടായിരുന്നു. ഇതിനൊക്കെ അച്ചു വെച്ചിട്ടാണ് ഇത് സംവിധാനിക്കുന്നത്. ഇങ്ങനെ മനുഷ്യന് എത്ര അച്ചുകൾ ഗർഭപാത്രത്തിൽ അല്ലാഹു ഘടിപ്പിക്കേണ്ടിയിരുന്നു? അച്ചുകളില്ലാതെ ഗർഭപാത്രത്തിൽ അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ രൂപപ്പെടുത്തുന്നു. നമ്മുടെ മൂക്ക് ഈ രൂപത്തിലുണ്ടായതിൽ അച്ചിലിട്ട് വാർത്തെടുത്തതാണ്. അവിടെയാണല്ലോ എങ്ങനെയാണോ അല്ലാഹു ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ അതിങ്ങനെ ആയി വരികയാണ്. അവിടെയാണ് അച്ചുകളില്ലാതെ, അച്ചുകളിലിട്ട് വാർത്തെടുത്തതല്ല. അതുകൊണ്ടല്ല കാലും കൈയും കണ്ണും മൂക്കും ഈ വ്യത്യസ്ത രൂപത്തിൽ വന്നത് വ്യത്യസ്ത അച്ചുകൾ ഘടിപ്പിച്ചിട്ടല്ല. അല്ലാഹു ഉദ്ദേശിച്ച ഒരു വേറിട്ട രൂപത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ വേറിട്ട രൂപവുമായിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നാം പോകേണ്ടത് എവിടെയാണോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ എവിടെ നിന്നാ വന്നത് എന്ന് പഠിക്കണം. എവിടെന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യൻ വന്നത്? ആ മനുഷ്യൻ വന്നിട്ടുള്ളത് വട്ടപൂജത്തിൽ നിന്നാണ്, അല്ലേ? മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്
മാംസക്കട്ട അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഗർഭപാത്രത്തിൽ പടച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെ ഉറപ്പിച്ച് എല്ലുകളാക്കി. ആ എല്ലുകൾക്ക് പിന്നീട് മാംസവും തൊലിയും പൊതിഞ്ഞു കൊടുത്തു. ഇങ്ങനെയല്ലേ ഒരു മനുഷ്യന്റെ ഘട്ടങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കടന്നു വരുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല ഈ കാര്യം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനയിൽ ഒരു മനുഷ്യനെ അല്ലാഹു ഗർഭപാത്രത്തിലിട്ട് സംവിധാനിച്ചൊരുക്കിയതിന്റെ വിവിധ ഘട്ടങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണത്? ഒരു നീണ്ട ആയത്തില് വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. നല്ല സന്ദേശങ്ങളാണ് അല്ലാഹു ഈ ആയത്തുകളിലൂടെ കൈമാറിയത്. അതിലൊന്നാമത്തെ ആയത്ത്, മനുഷ്യനെ നാം പടച്ചിരിക്കുന്നത് ആദ്യമായി അല്ലാഹു പറഞ്ഞു മണ്ണിൽ നിന്നാണ് പടച്ചിരിക്കുന്നത്. മണ്ണിൽ നിന്നാണോ മനുഷ്യനെ അല്ലാഹു പടച്ചിരിക്കുന്നത്? മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു പടച്ചെടുത്തു എന്ന് പറഞ്ഞത് ആദം നബി അലൈഹിസ്സലാമിന് മാത്രമല്ലേ ബാധകമാകുന്നത്? അല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരും മണ്ണിൽ നിന്നാവുന്നത്. എല്ലാ മനുഷ്യരെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. സൂറത്തുൽ മുഅ്മിനൂൻ അങ്ങനെ തന്നെ പറഞ്ഞു, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ. പിന്നീട് ആ തീനിനെ, ആ മണ്ണിനെ നമ്മൾ നുത്ഫത്താക്കി. നമ്മളൊക്കെ പറയും നമ്മുടെ വാപ്പയുടെ ബീജഗണമാണ്. കൂട്ടത്തിലൊരു കാര്യം ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ മഖൂസ് മൗലിദിന്റെ സീതി, ഇന്നലെ മഖൂസ് മൗലിദിന്റെ 1-2 വരികളുടെ ചെറിയ വിശദീകരണം ഞാനിവിടെ നൽകി. അത് കേട്ടപ്പോൾ മഖൂസ് മൗലിദിന്റെ ബാക്കി ഭാഗങ്ങളും കൂടെ അറിയണമെന്ന് താല്പര്യമുള്ളവരുണ്ടാകും. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം, അതിന്റെ സീതി സദസ്സിൽ കിട്ടും. ശൈഖുന വരുന്നതിന് മുമ്പ് പിന്നെ സദസ്സ് അലങ്കോലപ്പെടരുത് എന്ന് കരുതിയിട്ടാണ്. അത് അലങ്കോലപ്പെടാതിരിക്കാൻ അതിന്റെ വിതരണം ആദ്യം കഴിയുന്നവർ വാങ്ങണം, കേൾക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നീട് നാം മനുഷ്യനെ, ആ മണ്ണിനെ നാം ബീജഗണമാക്കി സൃഷ്ടിച്ചെടുത്തു. ബീജഗണമായത് മണ്ണാണ്. തീർച്ചയായും അറിയാവുന്ന വാപ്പയുടെ ബീജഗണത്തിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ വാപ്പാക്ക് ബീജ വിടുന്നുണ്ടായി. ഒറ്റ മറുപടിയുണ്ട്, മണ്ണിൽ നിന്ന് വാപ്പാക്ക് ബീജം ഉണ്ടായത് ഭക്ഷണം കഴിച്ചിട്ടാണ്. തീർച്ചയല്ലേ? ധാന്യങ്ങളും കിഴങ്ങുകളും പഴങ്ങളും കഴിച്ചതുകൊണ്ടല്ലേ വാപ്പയ്ക്ക് ശരീരത്തിൽ ബീജമുണ്ടായത്? ഇതെവിടെന്നാ വന്നത്? വാപ്പ തിന്ന, വാപ്പ തന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്തിച്ച മുഴുവൻ ധാന്യങ്ങളും കിഴങ്ങുകളും പഴങ്ങളും മുഴുവൻ വന്നിരിക്കുന്നത് മണ്ണിൽ നിന്നും. അപ്പൊ സത്യത്തില് മണ്ണിൽ നിന്ന് കിട്ടിയ സംഭാവനയാണ് മനുഷ്യന്റെ ഋതുത്വം. പിന്നീട് നേരെ മണ്ണിനെ ബീജമാക്കി എന്നല്ല, മണ്ണിനെ അരിയാക്കിയിട്ടുണ്ട്, ഗോതമ്പാക്കിയിട്ടുണ്ട്, പഴവർഗ്ഗങ്ങളാക്കിയിട്ടുണ്ട്, പലതും ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് വാപ്പയ്ക്ക് ബീജമുണ്ടാകുന്നു, രക്തമുണ്ടാകുന്നു. വാപ്പയുടെ ശരീരത്തിൽ അതൊക്കെ ഉണ്ടായത് മണ്ണിൽ നിന്ന് തന്നെയാണ്.
ആ മണ്ണിനെ നമ്മൾ ബീജമാക്കിയിട്ട് നമ്മളത് സ്റ്റോക്ക് ചെയ്തു അല്ലാഹു പറയാണ്. എവിടെ? ഫീ ഖറാരിൻ മകീൻ, സുരക്ഷിതമായ കേന്ദ്രത്തിൽ നമ്മളത് സൂക്ഷിച്ചു വെച്ചു. നമ്മളതിനെ സുരക്ഷിത കേന്ദ്രത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു. ثم جعلناه نطفة في قرار مكين, അത് ഉമ്മയുടെ ഗർഭപാത്രം അങ്ങോട്ട് എത്തിച്ചു. ഉമ്മാക്ക് ചാടണം, ഓടണം, നടക്കണം, ഇരിക്കണം, കിടക്കണം, ഒക്കെ ചെയ്യണം. എന്നാലും അത് നഷ്ടപ്പെട്ടു പോകരുത്. ആ രൂപത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സുസ്ഥിര കേന്ദ്രത്തിൽ അത് ഉറപ്പിച്ചു നിർത്തി. അവിടെ ചെന്ന് അവിടെ അള്ളിപ്പിടിച്ച് ഈ ബീജകണം നൽകുന്നു. അവിടെ നിന്നത് പൂർണ്ണമായി വളരുന്നു. അട്ടയെപ്പോലെ തൂങ്ങിക്കിടക്കുന്ന ചിത്രം, പൂർണ്ണം തൂങ്ങിക്കിടക്കുന്ന ചിത്രം നിങ്ങൾ സ്കൂളിലെ പുസ്തകങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. അങ്ങനെ തന്നെയാണ്. അതെന്നെയാണ് അല്ലാഹു പറയുന്നതും. ആ ഒരു ബീജഗണത്തെ, ഒരു ബീജഗണം, ഒരു തവണ കഴിക്കുന്ന ശുക്ലത്തിലെ ഒരു ബീജഗണമായിരുന്നു മനുഷ്യൻ. ഒരു തുള്ളി ശുക്ലത്തിൽ കോടിക്കണക്കിന് അണുക്കളും അതിലൊന്ന് എന്ന് പറഞ്ഞാൽ നെത്രനേത്രം കൊണ്ട് നോക്കിയാൽ കാണൂല. ഉപകരണങ്ങൾ വെച്ച് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, കാണാൻ പറ്റുള്ളൂ. ഇത്രയും ചെറിയ ഒരു ഋതുവത്താണ് ഇന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനും നിങ്ങളുമാകുന്ന ഈ മനുഷ്യൻ. അല്ലാഹു ചോദിച്ചു, ഇന്ന് റോട്ടിലിറങ്ങി എന്റെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അങ്ങനെ ഒരു റബ്ബുണ്ടെങ്കിലൊന്ന് കാണണേ എന്ന് പറഞ്ഞ് മസ്ജിദിലുണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവനോട്, ലേഖനം എഴുതുന്നവനോട്, പ്രസംഗിക്കുന്നവനോട് അല്ലാഹു സൂറത്തുൽ ഖിയാമയിൽ സർവ്വനിഷേധികളോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം യകു നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ, ഒരു തവണ കഴിക്കുന്ന ശുക്ലത്തിലെ ഒരു ബീജാണുവായിരുന്നില്ലേ ഈ മനുഷ്യൻ? ഈ ഘട്ടങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് എല്ലാം പിന്നിട്ട് ആ മനുഷ്യർക്ക് കയ്യും കാലും ഒക്കെ ചലിപ്പിക്കാൻ പ്രായമായപ്പോ, നടക്കാനായപ്പോ, ഓടാനായപ്പോ, മുദ്രാവാക്യം വിളിക്കാനായപ്പോ, മുസ്തി ചുരുങ്ങാനായപ്പോ എനിക്ക് നേരെ മുസ്തി ചുരുക്കിയായിരുന്നു. വല്ലാത്ത അപകടകരമായ ഒരു സ്വഭാവം നമുക്ക് പറയാം. ഇതൊരവസ്ഥയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി അവിടുത്തെ അത്തഫ്സീറുൽ കബീറിൽ എഴുതിയത് കാണാം. അവിടെയാണ് അടിവരയിടേണ്ടത്. ഒരു ബീജഗണം. മുതാലിമീങ്ങൾക്ക് ഈ ചർച്ച ഉൾക്കൊള്ളാൻ കഴിയുമോ? ആ താതിന് വലിയ അർത്ഥമാണ് എന്ന പ്രയോഗം. ഒരു ബീജഗണം എന്റെ ശാസ്ത്രം അംഗീകരിച്ചൊരു സത്യമാണ്. ഒരു തുള്ളി ശുക്ലത്തിൽ കോടിക്കണക്കിന് അണുക്കളുണ്ട്. അതിലൊന്നാണ് ക്ലച്ച് പിടിക്കുന്നത്. ഒന്ന് മാത്രമാണ് വിജയകരമാകുന്നത്. അത് നന്നായി ഉയർന്ന് വളർന്ന് വന്ന്